ഹലോ, വെൽക്കം ടു സൺസ് കിച്ചനെറ്റ്. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ രുചികരമായ ഒരു മസാലക്കറിയാണ്. സാധാരണ സദ്യകളിലെല്ലാം ഇതുപോലൊരു മസാലക്കറി ഉള്ളതാണ്. ഇത് വളരെ രുചികരമാണ്, അതുപോലെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാവുന്നതുമാണ്. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ തന്നെ മസാലക്കറി തയ്യാറാക്കാം. ആദ്യമേ നമുക്ക് ഉരുളക്കിഴങ്ങ് വേവിച്ചെടുക്കാം. ഞാനിവിടെ 3 ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും വെള്ളവും ചേർത്ത് വേവിച്ചെടുക്കാം. അപ്പോൾ ഉരുളക്കിഴങ്ങ് വേവിച്ചെടുത്തിട്ടുണ്ട്. ഞാനിത് കുക്കറിൽ ഒരു വിസിൽ വരുന്നത് വരെയാണ് വേവിച്ചെടുത്തിരിക്കുന്നത്. ഒരു വിസിൽ മതി, അല്ലെങ്കിൽ ഉരുളക്കിഴങ്ങ് ഒരുപാട് വെന്തുടഞ്ഞു പോകും. ഇനി ഇതിലേക്ക് വേണ്ട ചേരുവകളെല്ലാം ഒന്ന് അരിഞ്ഞെടുക്കാം. അതിനുശേഷം ചൂടായ ചട്ടിയിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഒരു കഷ്ണം ഇഞ്ചി നീളത്തിൽ അരിഞ്ഞതും 3 വെളുത്തുള്ളി അരിഞ്ഞതും ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് 2 പച്ചമുളക്, 2 ചെറിയ സവാള നീളത്തിൽ അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് ഇത് നന്നായി വഴറ്റിയെടുക്കുക. ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് നമുക്ക് വഴറ്റിയെടുക്കാം. അപ്പോൾ സവാളയെല്ലാം നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കാം. അപ്പോൾ പൊടികളെല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് മസാലയുമായി യോജിപ്പിച്ചെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ച് ഒന്നുകൂടി ഇതെല്ലാം നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. ഇനി ഇത് മൂടി വെച്ച് 3-4 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്യുക. അപ്പോൾ ഈ സമയം കൊണ്ട് മസാലയുടെ ഫ്ലേവർ എല്ലാം ഉരുളക്കിഴങ്ങിൽ പിടിച്ചു വരും. അപ്പോൾ 4 മിനിറ്റിന് ശേഷം ഇത് നമുക്കൊന്ന് തുറന്നു നോക്കാം. അപ്പോൾ ഗ്രേവി എല്ലാം തിക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് തേങ്ങാപ്പാൽ ചേർത്ത് ഗ്യാസ് ഓഫ് ചെയ്യാം. അതിനുശേഷം ഇതിലേക്ക് ഒരല്പം ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് യോജിപ്പിക്കുക. അതിനുശേഷം കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് നമുക്കിത് മൂടി വയ്ക്കാം. ഇനി ഇത് നമുക്കൊരു 15 മിനിറ്റിന് ശേഷം ഉപയോഗിക്കാം. അപ്പോൾ നമ്മുടെ രുചികരമായ ഉരുളക്കിഴങ്ങ് മസാല റെഡി ആയിട്ടുണ്ട്. മസാലയിൽ തേങ്ങാപ്പാലും ചേർന്ന് കുറുകി വന്നപ്പോഴുള്ള ആ ഒരു മണം കൊതി ഉണർത്തുന്ന ഒന്ന് തന്നെയാണ്. അടിപൊളി രുചി തന്നെയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.